കുടുംബത്തെ അലട്ടിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോടൊപ്പം ജീവിക്കാൻ കഴിയാത്തതിലെ നിരാശ, അങ്ങനെ ജീവിതം വഴിമുട്ടിയപ്പോൾ നടത്തിയ കൂട്ടക്കുരുതി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൊലപാതക പരമ്പരയിൽ പ്രതി അഫാന്റെ മൊഴി ഇപ്പോൾ പോലീസ് വിശ്വാസത്തിലെടുക്കുകയാണ്. അതിനിടെ അഫാന്റെ ആദ്യ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തി. മെഡിക്കൽ കോളേജിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയുടെ വിശദമായ മൊഴി ഉടൻ എടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അഫാൻ ലഹരിക്കടിമയോ സ്ഥിരം മദ്യപാനിയോ അല്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. അതേസമയം പ്രതിയുടെ മാതാവ് ഷെമിയുടെ മൊഴി പോലീസ് നാളെ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. കൂട്ടക്കൊലപാതകത്തിലെ ദുരൂഹത പൂർണ്ണമായും മാറിയിട്ടില്ലെങ്കിലും കൊലയ്ക്ക് പിന്നിൽ സാമ്പത്തിക ഇടപാടും കടബാധ്യതയും തന്നെയെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. പ്രതി അഫാൻ ലഹരിക്കടിമയോ സ്ഥിരം മദ്യപാനിയോ അല്ലെന്നാണ് രക്തപരിശോധനയിലെ കണ്ടെത്തൽ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാനെ ഡിസ്ചാർജ് ചെയ്യാൻ 2 ദിവസം കൂടി വേണ്ടിവരും. അതിനാൽ അമ്മൂമ്മ സൽമ ബീവിയെ കൊല്ലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് മെഡിക്കൽ കോളേജിലെത്തി ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതി റിമാൻഡിൽ മെഡിക്കൽ കോളേജിൽ തന്നെ തുടരും. ജയിലിൽ എത്തിച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങിയാകും മറ്റ് 4 കൊലപാതകങ്ങളിലും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തുക. അഫാന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാതാവ് ഷെമിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും അടുത്ത ദിവസമാകും പോലീസ് മൊഴി രേഖപ്പെടുത്തുക. കൂട്ടക്കൊലയിലെ ദുരൂഹത പൂർണ്ണമായും നീക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഷെമിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം.